നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അല്ലെ? MLA ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്താ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? പുട്ടാണോ? ഇന്ന് പുട്ടാ കഴിച്ചത്. ഞങ്ങളൊരു വാർത്ത അറിഞ്ഞു, MLAക്ക് പുട്ടിനോട് പ്രണയാണെന്ന്. അതിന്റെ പിന്നിലെ രഹസ്യം എന്താ? അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. കാരണം ചെറുപ്പത്തിൽ ഞാൻ എപ്പം വീട്ടിൽ അമ്മയോട് ആക്കാൻ പറയുന്ന പുട്ടും കടലയാണ്. അപ്പോൾ പുട്ടിനോടും കടലോടൊരു യഥാർത്ഥത്തിൽ മലയാളിയുടെ ഒരു ശരിക്ക് ആണ്. പക്ഷെ മലയാളിയുടെ ഒരു സ്നേഹം കൊണ്ടൊന്നുമല്ല, എൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് പുട്ടും കടല. അതുകൊണ്ട് പുട്ടും കടലയും ഞാൻ നന്നായി ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ഇന്നും നിങ്ങളുടെ ഈ ചോദ്യം വരുമെന്ന് അറിഞ്ഞില്ല, പക്ഷേ അല്ലെങ്കിൽ ഇന്ന് മാറ്റി പിടിക്കായിരുന്നു വീട്ടിൽ. അപ്പോൾ വീട്ടിൽ ഇന്നും പുട്ടാണ്, ഇന്നും പുട്ട് കഴിച്ചിട്ടാണ് വന്നത്. പുട്ടിനോടൊരു പ്രണയമുണ്ട്. അത് കാരണം ചെറുപ്പത്തിൽ പ്രണയം വന്നത് ഇതൊന്നും ഓർത്തിട്ടൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ പുട്ടിനോട് പ്രണയത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ആവിയിലാവുന്നതാണ് പുട്ടിന് ഒരു വേറെ അപകടങ്ങളൊന്നും പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആവിയിൽ ആവുന്നതാണ് ചെറുപ്പത്തിൽ. പക്ഷേ പുട്ടിൻ്റെ രുചി കൊണ്ട് തന്നെയാണ് പുട്ടിങ്ങനെ പൊടിച്ച് ആ തേങ്ങയൊക്കെ കൂട്ടി, കുറച്ച് നല്ലോണം തേങ്ങ വേണം, തേങ്ങയിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അതിൽ കടലക്കറി ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും. കാരണം അത് തീർച്ചയായും പുട്ടിനോടല്ലേ. ഇത് ട്രോളാവോ അവസാനം? ഒരിക്കലില്ല. അപ്പോൾ ഈ പുട്ട്, തേങ്ങ, കടല എന്നൊക്കെ പറയുമ്പോൾ കേര ഗ്രാമ പദ്ധതി, അതുപോലെ തന്നെ കാർഷിക രംഗത്ത് നിരവധി പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ഒന്ന് പെട്ടെന്ന് പറയാം. തീർച്ചയായും ഞാൻ നികേഷേട്ടന് കുറേ കാര്യങ്ങൾ അറിയാം. കാരണം നമ്മളോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. നമ്മുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒപ്പിയെടുത്ത് നമ്മളോടൊപ്പം ഈ 5 വർഷം യാത്ര ചെയ്ത ഒരാളാണ്. അപ്പോൾ തീർച്ചയായും കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ കാർഷിക മേഖലയിൽ കേരഗ്രാമം നമ്മൾ നിരവധി പഞ്ചായത്തുകളിൽ നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ പരമ്പരാഗത കൃഷിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതോടൊപ്പം ഒരു പുതിയ കൃഷി രീതി, അത് ഔഷധഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. അത് കുറുന്തോട്ടി കൃഷിയാണ്. ഞാൻ ആദ്യം ഈ ഒരു ആശയം വെച്ചപ്പോൾ പലരും ഒന്ന് നെറ്റി ചൊളിച്ചതാണ്. കാരണം ഈ കുറുന്തോട്ടി കാട്ടിലുണ്ടാകുന്നതാണ്, അത് കൃഷി എന്ന് പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഞാനിത് ഒരു ആശയം വരാൻ കാരണം ഔഷധിക്ക് അതുപോലെ ആയുർവേദ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറുന്തോട്ടി വേണം. കുറുന്തോട്ടി ഇല്ലാത്ത ആയുർവേദ മരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ പുറത്തുനിന്നാണ് കൂടുതൽ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ആസാം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കുറുന്തോട്ടി കൊണ്ടുവരുന്നത്. അതും സയൻറ്റിഫിക്കലി ആയുർവേദത്തിൽ പറയുന്ന കുറുന്തോട്ടിയല്ല നിലവിൽ കൊണ്ടുവരുന്നത്. അപ്പം ഇങ്ങനൊരു ചർച്ചയിൽ നിന്നാണ് കുറുന്തോട്ടി എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ. കാരണം കുറുന്തോട്ടി കൃഷി ചെയ്താൽ ഉണ്ടാകുന്ന മറ്റൊരു ഗുണം, ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ കർഷകർ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് വന്യജീവി ആക്രമണമാണ്, കീടങ്ങളുടെ ശല്യമാണ്. അപ്പോൾ കുറുന്തോട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊന്നും ബാധിക്കില്ല, ഒരാൾക്കും വേണ്ട, ഒരാളതിൻ്റെ ഭാഗത്തേ വരില്ല. അതുകൊണ്ട് ഇപ്പോൾ കീടങ്ങൾ മരുന്നായതുകൊണ്ട് തന്നെ കീടങ്ങൾ കുറുന്തോട്ടി അധികം ബാധിക്കില്ല. 6 മാസം കൊണ്ട് വിളവെടുക്കാം. അതുപോലെ കർഷകർക്ക് അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ഒക്കെ കാര്യങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ആലോചിച്ചിട്ടാണ് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചത്. ആദ്യം 25 ഏക്കർ തുടങ്ങി, അത് ഹിറ്റായി. അത് പൈലറ്റ് പ്രോജക്റ്റ് തുടങ്ങി. സംസ്ഥാന സർക്കാർ തന്നെ കല്യാശ്ശേരിക്ക് അംഗീകാരം തന്നു. കേരളത്തിൽ ഒരു ഏറ്റവും പുതിയ ജൈവ കാർഷിക പദ്ധതി നടപ്പിലാക്കി. ആ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പിൻ്റെ 2023 ഏറ്റവും മികച്ച പദ്ധതി നടപ്പിലാക്കിയ മണ്ഡലത്തിനുള്ള ജൈവ കാർഷിക മണ്ഡലം അവാർഡ് അത് കല്യാശ്ശേരിക്ക് ലഭിച്ചു. അതൊരു വളരെ സന്തോഷമുള്ള ഭാഗമാണ്. ഒരു കൃഷി രീതി ഇന്നിപ്പോൾ ആ കൃഷി കേരളത്തിലെ പല മണ്ഡലങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. അത് ആലത്തൂരിലും ചേലക്കരിയിലും നമ്മുടെ പ്രിയപ്പെട്ട 2 MLA അത് എന്നോട് തന്നെ സംസാരിച്ച് അത് ഏറ്റെടുത്തു. മറ്റു ചില MLA അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 100 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഏതാണ്ട് 400-ലധികം കർഷകരുണ്ട്. അവരൊക്കെല്ലാം വളരെ ഹാപ്പിയാണ്. കാരണം വലിയ വില കിട്ടുന്നുണ്ട്. പിന്നെ സാധാരണ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് എവിടെ വിൽക്കും എന്നുള്ളതാണ്. നമ്മൾ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് കർഷകരോട് ഇത് കൃഷി ചെയ്യാൻ പറഞ്ഞത്. ഔഷധിയാണ് അത് മുഴുവനായി പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു സൊസൈറ്റി സംവിധാനത്തിലേക്ക് മാറ്റി അവിടെ ഒരു കേന്ദ്രത്തിൽ ഇത് കൊണ്ട് തൂക്കിയെടുത്ത് കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ആ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂണ് ഗ്രാമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ. അതിന് ശേഷം വന്നത് കൂണ് ഗ്രാമം ഇപ്പോൾ അതിന് ശേഷം 100 കർഷകരെ ചേർത്ത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൃഷിയിൽ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, നമ്മൾ അതിലേക്ക് പ്രൊഡക്റ്റിലേക്ക് എത്തിയില്ല. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. കല്യാശ്ശേരിയുടെ ഒരു ബ്രാൻഡ് വരികയാണ് മാർക്കറ്റിലേക്ക്. നമ്മുടെ ഒരു 10 പഞ്ചായത്തിൽ നിന്ന് 10 പ്രൊഡക്റ്റ്. ഞങ്ങൾ പല സൂപ്പർ മാർക്കറ്റുകളായിട്ടൊക്കെ സംസാരിച്ചു, ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ സ്ത്രീ സംരംഭകർ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബശ്രീയിലോ മറ്റുള്ള ഇതിന് താല്പര്യമുള്ള 10 പഞ്ചായത്തിലെയും നമ്മുടെ വീട്ടമ്മമാരെ അവർക്കൊരു വരുമാനം എന്ന രീതിയിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ 50 പേരെ വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി. അതൊരു മാർക്കറ്റിലേക്ക്
കല്യാശ്ശേരിയുടെ പ്രൊഡക്റ്റുകൾ വരികയാണ്, അത് ഒറ്റ ബ്രാൻഡ് നെയിമിൽ. അപ്പോൾ അതിൻ്റെ എല്ലാ നടപടി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുത്താൽ തീർച്ചയായും ആ പദ്ധതി പൂർണ്ണ ശക്തിയോടെ നല്ല ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മളതിൽ ആലോചിച്ചത് അച്ചാറുകൾ, അതുപോലെ തന്നെ ഈ പൗഡേഴ്സ്, പിന്നെ ഈ പുട്ടുപൊടി, അതുപോലെ തന്നെ അതുപോലുള്ള നമ്മുടെ വീട്ടിൽ നിത്യേന ആവശ്യമുള്ള സാധനങ്ങൾ മായയില്ലാതെ നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടും. നേരിട്ട് 50 പേർക്ക് കൊടുക്കും, പരോക്ഷമായിട്ട് നിരവധി പേർക്ക് കിട്ടും. ഭാവിയിൽ അത് കൂടുതൽ വർദ്ധിപ്പിച്ച് ഞാൻ തന്നെ ഒരു സ്വപ്നം കാണുന്ന തൃശ്ശൂർ അതിൻ്റെ ഒരു വലിയ സംവിധാനമുണ്ട്, ഒരു വലിയ സെൻറ്ററിലേക്ക് മാറ്റുക, അതൊരു നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ പല അവരുടെ ഓണേഴ്സുമായി സംസാരിച്ചപ്പോൾ അവരെല്ലാം വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു, നിങ്ങൾ അത്രയും നല്ല സാധനം ക്വാളിറ്റിയോടുകൂടി ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയേക്കാൾ നിങ്ങളെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ഈ കൃഷിയുടെ അനുബന്ധ പ്രൊഡക്റ്റിലേക്കും കല്യാശ്ശേരി പോവുകയാണ്. അങ്ങനെ ഒരുപാട് പദ്ധതി നടപ്പിലാക്കി. ശരി, ഒരു യുവ MLA ആയ താങ്കൾക്ക് യുവതയെ എത്രത്തോളം കൂടെ ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട്? തീർച്ചയായും അത് യുവ MLA എന്ന രീതിയിൽ യുവാക്കൾക്ക് ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്, കായിക മേഖലയിലെ കാര്യങ്ങൾ, അതോടൊപ്പം അവർക്ക് തൊഴിൽ സംബന്ധമായ ഭാഗങ്ങൾ, വിദ്യാഭ്യാസപരമായ മേഖലയിലെ ഭാഗങ്ങൾ. അപ്പോൾ അതിലിപ്പോൾ ഞാനിപ്പോൾ പ്രധാനമായി ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞ യുവതയുടെ തൊഴിൽ. ഇപ്പോൾ കല്യാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ IT സംബന്ധമായും അതുപോലെ യുവതയുടെ തൊഴിൽ സാധ്യതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കുറച്ചുകൂടി പദ്ധതികളെ നമുക്ക് വിഭാവനം ചെയ്യണം, പുതിയ പദ്ധതികൾ. അപ്പോൾ അതിലേക്ക് കൂടി നമുക്ക് പോവുക എന്നതാണ് നമ്മളിപ്പോൾ ഈ 2ാം മത്സരത്തിൻ്റെ പ്രകടന പത്രികയിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. സൗഹൃദത്തിൽ അവരെല്ലാം ചേർത്ത് പിടിച്ചിട്ടുണ്ട്, യുവാക്കളുമായിട്ടൊക്കെ ഉള്ള സൗഹൃദം, അവരുമായിട്ടുള്ള ഇടപഴകൽ, അവരാഗ്രഹിക്കുന്ന പദ്ധതികൾ. അവർ പ്രത്യേകം കായിക മേഖലയാണ് കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടത്, ആ കായിക മേഖല. അതോടൊപ്പം ക്ലബ്ബുകൾ, വായനശാലകൾ, ആ ക്ലബ്ബുകളും വായനശാലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, പല വായനശാലകൾക്കും ഓഡിറ്റോറിയങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ. അപ്പോൾ അതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നൽകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതവർക്ക് പിന്നെ ഏറ്റവും സന്തോഷകരമായ രീതിയിൽ തന്നെ കൊണ്ടുപോകാനും ചേർത്ത് പിടിക്കാനും പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എല്ലാ വിഭാഗക്കാരെയും നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പാലം നമ്മുടെ മണ്ഡലത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. പാലങ്ങളുടെ വികസനത്തിൽ നിരവധി പാലങ്ങൾ നമുക്ക് ഈ അടുത്ത കാലത്തായി കല്യാശ്ശേരിയിൽ പുതുതായി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാം. അതെ, തീർച്ചയായും അത് കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ്. അത് കഴിഞ്ഞ ദിവസം നമുക്കതിൻ്റെ റിപ്പോർട്ട് കിട്ടി. ഈ കാവിമുനമ്പ് പാലം കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ്. 1 കിലോമീറ്ററും 395 മീറ്ററുമാണ്. ഏതാണ്ട് 1.4 കിലോമീറ്റർ പാലം. അത് കേർവ് ഷേപ്പിൽ ടൂറിസത്തെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് കാവുമുനമ്പ് പാലം വരുന്നത്. 91 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ പിണറായി സർക്കാർ കാവുമുനമ്പ് പാലത്തിന് അനുവദിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ പാലം കല്യാശ്ശേരി വരികയാണ്. അതോടൊപ്പം തന്നെ പഴയങ്ങാടി പുതിയ പാലം അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. മൂലക്കീൽ കടവ് പാലത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറോബികൾ, ഇപ്പോൾ 4 ആറോബികൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. കുഞ്ഞിമംഗലത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. വെങ്ങരയിൽ അപ്പോൾ പണി നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള പൂർത്തിയായി. ഇനി റെയിൽവേയുടെ ഒരു ഡിസൈൻ അത് ഇപ്പോൾ മദ്രാസ് IITയുടെ പരിഗണന ഉള്ളത്. അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതും വേഗതയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് ചെറുകുന്നിലും കണ്ണപുരത്തും. നമ്മളിപ്പോൾ അത് തീരുമാനിച്ചത് രണ്ടിനും കൂടി ഒരു മിഡിലായിട്ട് ഒരു പാലം എന്നുള്ളതാണ്. കാരണം 2 പാലം വരുമ്പോൾ അത്രയും വീടുകൾ നഷ്ടപ്പെടുന്നു, കടകൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളിപ്പോൾ അങ്ങനെയാണ് കേരളയിൽ തന്നെ ഒരു സർവേ നടത്തി 2നും മിഡിലായിട്ടൊരു പാലം വന്ന് 2 സ്ഥലത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് കൊടുത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു റോഡ് പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇരിണാവിൽ അതിൻ്റെ സർവേ റെയിൽവേ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ സർവേ ഇപ്പോൾ ഇരിണാവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പാലങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ. ഇപ്പോൾ നമ്മുടെ താവത്ത് ഇപ്പോൾ നമ്മൾ പാലടച്ചപ്പോൾ ബൈപ്പാസ് റോഡായിട്ട് ഉപയോഗിച്ചതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ 6 കോടിയുടെ പ്രപ്പോസൽ ഉണ്ട്. അത് ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമുക്കതും കൂടി പാസ്സാക്കി എടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ നികേഷ് താവത്തിൻ്റെ നാട്ടിൽ ഒരു പാലം 6 കോടി രൂപയുടെ പാലം നമ്മൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം ആ റോഡ് വീതി കൂട്ടി ഇപ്പോൾ 90 ലക്ഷം രൂപ ആ റോഡിന് വെച്ചിട്ടുണ്ട്. ആ ഒരു മനോഹരമായ റോഡാക്കി വീതി കൂട്ടി ഒരു ബൈപ്പാസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അതുപോലെ തന്നെ നമുക്കറിയാം മാടായിപ്പാറ, മാടായിക്കാവ്, മാടായിപ്പള്ളി ഇങ്ങനെയുള്ള ഒരുപാട് സ്മാരകങ്ങളുള്ളത് നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. ഇതിൻ്റെയൊക്കെ വികസനത്തിന് MLA എന്ന നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? തീർച്ചയായും നമ്മുടെ മണ്ഡലത്തിൽ ആരാധനാലയങ്ങളുടെ വികസനം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ 2 ക്ഷേത്രങ്ങളാണ്. ഒന്ന് മാടായിക്കാവും, മറ്റൊന്ന് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം.
ഇപ്പോൾ മാടായിക്കാവിൽ ഇപ്പോൾ 1,43,00,000 രൂപയ്ക്ക് MLA ഫണ്ടിൽ അതിമനോഹരമായ റോഡ്, ഫുട്പാത്ത് ഒക്കെ ആയിട്ട് അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുകുന്ന് അമ്പലത്തിൻ്റെ ചിറ അതിമനോഹരമായി MLA ഫണ്ടിൽ 60 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ആ ചിറ സൗന്ദര്യവൽക്കരിച്ചത്. അതോടൊപ്പം ഇനിയിപ്പോൾ പിലിഗ്രിം ടൂറിസത്തിൻ്റെ സാധ്യതകൾ, ഇപ്പോൾ പല പള്ളികളിലും അവർ ആവശ്യപ്പെട്ട ലൈറ്റും അതുപോലുള്ള സൗകര്യങ്ങളും ഈ കാലയളവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ശ്രമം മാടായി പള്ളിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കേരളത്തിൽ നല്ല ഇന്ത്യയിലെ തന്നെ അതിപുരാതനമായ ഒരു പള്ളിയാണ് മാടായി പള്ളി. അപ്പോൾ മാടായി പള്ളിക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് സഹായം കൊടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയുള്ള ചില ആലോചനകളും പ്രൊജക്റ്റുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ പള്ളി കമ്മിറ്റിയോ മഹൽ കമ്മിറ്റിയോ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ശ്രമം കൂടി ഇപ്പോൾ നടത്തി. അങ്ങനെ നമ്മുടെ മണ്ഡലത്തിൻ്റെ ആരാധനാലയങ്ങളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ബൃഹത്തായ പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 3 ക്ഷേത്രങ്ങൾ, അപ്പോൾ അതിൽ ചെറുകുന്ന്, മാടായിക്കാവ്, അതുപോലെ തന്നെ ഇപ്പോൾ ഹനുമാനമ്പലം 3 ക്ഷേത്രങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ പ്രപ്പോസൽ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവൽ ചെയ്ത് കിട്ടും എന്നാണ്. അതിൻ്റെ ഒരു കൈകാര്യം ചെയ്യുന്നത് ശ്രീ രാജമാണിക്കാണ്, IAS. അദ്ദേഹം നേരിട്ട് മാടായിക്കാവിൽ വന്നിരുന്നു. നമ്മൾ അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം അതിൽ വളരെ താല്പര്യത്തിലാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിൽ നമുക്കെല്ലാം സപ്പോർട്ടും തരും. ഏതായാലും അതും വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാവുകൾ, അതുപോലെ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ചർച്ച്, ഇതെല്ലാം നമ്മുടെ മണ്ഡലത്തിൻ്റെ കൂടി വികസനത്തിൻ്റെ ഭാഗമാണ്. കാരണം അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതും ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്. അതും ഈ കാലയളവിൽ ഒരു പരിധി വരെ നിർവഹിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അത് തീർച്ചയായും ജനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ ടേമിൽ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമുക്കറിയാം മലനാട് റിവർ ക്രൂയിസ് പദ്ധതി ഒരുപക്ഷെ കല്യാശ്ശേരിയിലെ ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതകളെക്കുറിച്ച് ഉള്ളൊരു പദ്ധതിയായിരുന്നു. നിരവധി ബോട്ട് ജെട്ടികൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ട് റേസ് ഗാലറികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോഴെങ്ങനെയാണ് മണ്ഡലത്തിൽ പോകുന്നത്? ഇപ്പോൾ മലനാട് റിവർ ക്രൂയിസ് പദ്ധതി നമ്മുടെ ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതിൽ നിരവധി നേരത്തെ പറഞ്ഞ ബോട്ട് ടെർമിനലുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു പ്രയാസം നമ്മൾ അനുഭവിച്ചത് അത് DTPC ഹാൻഡ് ഓവർ ചെയ്ത് ടെൻഡറിങ് ആണ്. അപ്പോൾ പല ബോട്ട് ജെട്ടികളും ഇപ്പോൾ ഇതുവരെ ടെൻഡർ ആരും എടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഒന്നും കൂടി ആക്റ്റീവായി അതിൻ്റെ ചില ശ്രമങ്ങൾ മറ്റു രീതിയിൽ, കാരണം ടെൻഡർ കൊടുക്കാതെ ഒരു ഇപ്പോൾ ബേക്കലിലൊക്കെ നടക്കുന്ന ഒരു സംവിധാനത്തിനുള്ള ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സംവിധാനത്തിലേക്ക് മാറ്റി അവിടെ ബോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ താല്പര്യമുള്ളവരെയും കൂടി നമ്മൾ ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ടൂറിസത്തിൻ്റെ ബോട്ടുകളും കാര്യങ്ങളും കൊണ്ടുവന്ന് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം. അതിലിപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പഴയങ്ങാടി പുഴയിൽ അതിമനോഹരമായ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ബോട്ട് റേസ് ഗാലറി ഉണ്ട്. അതിപ്പോൾ ജനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് മംഗലശ്ശേരിയിലും ഉണ്ട്, ബോട്ട് റേസ് ഗാലറി ഉണ്ട്. ഏതായാലും ടൂറിസം രംഗത്ത് ഇപ്പോൾ മാട്ടൂൽ പുതിയ ബീച്ച് ടൂറിസം വരികയാണ്, ഇരിണാവ് ഡാം ടൂറിസം വരികയാണ്, നേരത്തെയുള്ള ചൂട്ടാട് വയലപ്ര ടൂറിസം അത് മുന്നോട്ട് പോവുകയാണ്. ഇനിയും പുതിയ ടൂറിസം സാധ്യതകളെ നമ്മളെ മണ്ഡലത്തിൽ കൊണ്ടുവരാനും നേരത്തെ പറഞ്ഞ പോലെ മലനാട് റിവർ ക്രൂയിസ് പ്രോജക്റ്റിൻ്റെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ള അതിൻ്റെ സെക്കൻഡ് ഫേസ് അത് ഇനി വരുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് പൂർത്തീകരിച്ച് പോകേണ്ടതുണ്ട്. ചേട്ടാ, MLAക്ക് പുട്ടും കടലക്കറിയും കോംബോ ഇഷ്ടമായിരുന്നു. MLAക്ക് പുട്ടും മീൻകറിയും കോംബോ ഇഷ്ടമാണോ? തീർച്ചയായും പുട്ടും മീൻകറിയും കോംബോ ഇഷ്ടമാണ്. എനിക്ക് അതിലിഷ്ടപ്പെട്ട മീൻകറിയായിട്ടുള്ള കോംബോ ഇഷ്ടം പൊറോട്ടയാണ്. ഞാൻ ഈ പൈനക്കോളി പഠിക്കുമ്പോൾ അതും പൈനക്കോളായിട്ട് കണക്ട് ചെയ്ത് പറയാം. നമ്മളെ താഴെ തൃപ്തി ഹോട്ടൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈവേയിൽ അത് പോയി. മധുവാട്ടിൻ്റെ എല്ലാവർക്കും അറിയുന്ന ഹോട്ടലാണ്. അപ്പോൾ മധുവാട്ടിൻ്റെ അടുത്ത് പൊറോട്ടയും മത്തിക്കറിയും കിട്ടും. അവിടെ പോയിട്ട് എപ്പോഴും പൊറോട്ടയും മത്തിക്കറിയും കഴിക്കും. ഇവരുന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഇവിടുന്ന് കളിയാക്കാറുണ്ട്. ഞാനും നമ്മൾ സുഹൃത്തുക്കൾ 2-3 പേര് കൂടി ഇപ്പോൾ പെരുമ്പിയിൽ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കടയുണ്ട്. അവിടെയും പൊറോട്ടയും മത്തിക്കറിയും കിട്ടും. ഇപ്പോൾ എല്ലാ സ്ഥലത്തും അയിലക്കറിയാണ്, പക്ഷെ മത്തിക്കറിയും പൊറോട്ടയ്ക്ക് ഒരു വേറെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പൊറോട്ടയും മത്തിക്കറിയും കോമ്പിനേഷൻ ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഈ ഭക്ഷണ കാര്യത്തിൽ ബീഫ് എൻ്റെ ഒരു ഇഷ്ട വിഭവമായിരുന്നു. എന്നെ SFI കാലത്തൊക്കെ എല്ലാവരും ഇപ്പോൾ SFI സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഭക്ഷണം ഇയാൾക്ക് ബീഫ് മേടിച്ച് കൊടുത്താൽ പ്രശ്നം തീർന്നു എന്നുള്ള മട്ടിൽ പറയും. കാരണം രാവിലെയും ഉച്ചക്കും രാത്രിയും ഒക്കെ ബീഫ് കഴിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഭക്ഷണത്തിൽ നല്ല ഭക്ഷണപ്രിയനായിരുന്നു. ഇപ്പം കുറച്ച് പ്രിയം അങ്ങനെ ചാടി ബീഫ് കഴിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഇല്ല. പക്ഷെ നേരത്തെ ഞാൻ ഭീകരമായി കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പൊറോട്ടയും മത്തിക്കറി. ഇപ്പോൾ ഞാൻ പൊറോട്ട പരമാവധി ഒഴിവാക്കാൻ നോക്കും. എന്നോടൊരിക്കൽ ഡോക്ടർ തന്നെ പറഞ്ഞു ഈ പൊറോട്ട ഒഴിവാക്കാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഈ ഹോട്ടലിൽ പോയിട്ട് ഞാൻ വിചാരിക്കലാണ് പൊറോട്ട പറയല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും
എന്താ കഴിക്കാനുള്ളത് ചോദിച്ചാൽ ആദ്യം പറയും പൊറോട്ടയാണ്. അപ്പോൾ പിന്നെ പൊറോട്ട എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒന്ന് തന്നേ പറയും, ഒരു പൊറോട്ടയും ഒരു ഇടിയപ്പം തന്നേ പറയും. അപ്പോൾ എങ്ങനെ പിന്നെ ഒരു പൊറോട്ടയിലാവുമല്ലോ. പക്ഷേ അപ്പോൾ വേഗം തന്നെ രണ്ടാമത്തെ പൊറോട്ട വാങ്ങിക്കും. ഈ മത്തിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ കല്യാശ്ശേരി എന്ന് പറയുന്ന ഒരു തീരദേശ പഞ്ചായത്ത് 2 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നുണ്ട്. ഈ മത്സ്യമേഖലയുടെ വികസനത്തിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് MLA നടപ്പാക്കിയത്? നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. നമ്മുടെ തീരദേശ മേഖലയും മലയോര മേഖലയും നിൽക്കുന്നൊരു മണ്ഡലമാണ് കല്യാശ്ശേരി. ഇപ്പോൾ തീരദേശത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീരദേശം ഏതാണ്ട് 14 കിലോമീറ്ററോളം കടൽ തീരമുള്ള ഒരു മണ്ഡലമാണ് കല്യാശ്ശേരി. അത് പ്രധാനപ്പെട്ട 2 പഞ്ചായത്തുകളാണ്, മാട്ടൂലും അതുപോലെ തന്നെ മാടായിയും. അപ്പോൾ മാട്ടൂലിൻ്റെയും മാടായിയുടെയും തീരദേശ മേഖലയിൽ നിരവധി പദ്ധതികൾ, ഏതാണ്ട് 54 കോടിയിലധികം തുകയുടെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പുലിമുട്ട്. കാരണം മണൽത്തിട്ട രൂപപ്പെട്ട് കഴിഞ്ഞ് അതിൽ ബോട്ട് തട്ടി മറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുന്ന വളരെ വേദനാകരമായ വാർത്തകളുണ്ടാകും. അപ്പോൾ അതിനെ മറികടക്കാൻ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറഞ്ഞ് പുലിമുട്ടുണ്ടാക്കണം. പൂനെയിൽ നിന്ന് വിദഗ്ധ സംഘം ഒന്ന് പഠനം നടത്തി 28 കോടി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി ഏതാണ്ട് 70% പൂർത്തിയായി. അതുപോലെ തന്നെ കടൽ ഭിത്തി 16 കോടി രൂപയ്ക്ക് ഇപ്പോൾ മാട്ടൂൽ മാടായി കടൽ ഭിത്തി ഇപ്പോൾ പ്രവൃത്തി നടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഫിഷ് ലാൻഡിങ് സെൻറ്റർ എന്നത്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ഒരു കണ്ണീരാണ് ചൂട്ടാടിൻ്റെ പുതിയങ്ങാടിയുടെ. കാരണം അവരെപ്പോഴും എന്നോട് പ്രയാസത്തോടെ പറയും, എനിക്ക് ആദ്യം ഈ ഫിഷ് ലാൻഡിങ് സെൻറ്ററിൻ്റെ അപ്പോൾ പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളി വിവരിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം. കാരണം ഇവർ ലാൻഡ് ചെയ്യാൻ പറ്റും, മീൻ പിടിച്ച് വന്ന് ബോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മണിക്കൂറുകളോളം അവർക്ക് പുഴയിലും അതുപോലെ കടലിലും നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ ഈ നല്ല പിടക്കുന്ന മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല വെയിലിൽ അതിങ്ങനെ വെച്ച് നിൽക്കുമ്പോൾ ഈ പിടക്കുന്ന മീൻ കരയിലേക്ക് എത്തിയാൽ അവർക്ക് കിട്ടുന്ന ഒരു വിലയുണ്ട്. പക്ഷെ അത് കുറച്ച് വെയിലൊക്കെ കൊണ്ട് മീൻ കുറച്ചൊന്ന് കുറച്ചൊരു മോശമായിക്കുക, ആ പടപ്പ് മാറിക്കഴിഞ്ഞാൽ കിട്ടുന്ന വിലയും രണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുടെ അധ്വാനത്തിനുള്ളത് കരയിലെത്തുമ്പോൾ കിട്ടുന്നില്ല. അതിൻ്റെ പ്രശ്നം ഫിഷ് ലാൻഡിങ് സെൻറ്റർ ഇല്ലാത്തതുകൊണ്ടാണ്. ഫിഷ് ലാൻഡിങ് ചൂട്ടാട് മഞ്ച നമുക്കത് നവീകരിക്കണം എന്നുള്ളത്. അതിപ്പോൾ നവകേരളത്തിൻ്റെ ഹെഡിൽ ഉൾപ്പെടുത്തി, നവകേരള സദസ്സ് ഹെഡിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയ്ക്ക് അത് പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു. അതിൻ്റെ പണി ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തുടങ്ങുമെന്നാണ് കരാറുകാരൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ അത് തുടങ്ങുകയാണ്. കല്ലുമക്കായ ഹാച്ചറി, ഇന്ത്യയിലെ ആദ്യ കല്ലുമക്കായ ഹാച്ചറി പുതിയങ്ങാടിയിലാണ്. 5 കോടി രൂപ ചെലവിൽ കല്ലുമക്കായ ഹാച്ചറി. അതിൽ തൊഴിൽ കൊടുക്കാനും കൂടി പറ്റും. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ഈ 2 പഞ്ചായത്ത്, തീരദേശ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പഴയങ്ങാടിയിലെ ഗതാഗതക്കുരുക്ക്. കാരണം അവർക്ക് അണ്ടർപാസ് വഴി പോകാൻ പറ്റില്ല, മണിക്കൂറുകൾ കാത്തിക്കണം. അപ്പോൾ അവിടെ 7 കോടി രൂപ ചെലവിൽ പുതിയൊരു അണ്ടർപാസ്, അത് പഴയങ്ങാടിയുടെ പുതിയങ്ങാടിയുടെ മാട്ടൂലിൻ്റെ മാടായിയുടെ ഒരു 50 വർഷത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് അതിന്. അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റി എന്നതും തീർച്ചയായും മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിരവധിയായ ഭാഗങ്ങൾ. അതോടൊപ്പം തന്നെ മലനെയ്ത്ത് കേന്ദ്രം 40 ലക്ഷം രൂപയ്ക്ക് അവർക്ക് പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നിരവധിയായ മത്സ്യത്തൊഴിലാളികളുടെ പ്രാദേശിക റോഡുകൾ ഈ മേഖലയിൽ തന്നെ അത് നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ അവരോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഹാർബർ, അവർക്ക് അതിൻ്റെ ചില നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മികച്ച ഹാർബർ, അതും നടപടികൾ നടക്കുകയാണ്. നേരത്തെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഡ്രഡ്ജിങ് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. കാരണം ഈ മണൽത്തിട്ട രൂപപ്പെടുമ്പോൾ മണ്ണെടുക്കുന്ന എല്ലാ വർഷവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുലിമുട്ട് നടക്കുന്നു, കടൽ ഭിത്തി, അങ്ങനെ ആ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പദ്ധതിയും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സുനാമി കോളനി, സുനാമി ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ സുനാമി ഫ്ലാറ്റിലേക്കുള്ള റോഡ് അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോയി നോക്കുമ്പോൾ ഭയങ്കര ദയനീയമായിരുന്നു, ചളിയും ഒക്കെ ആയിട്ട്. ഞാനിപ്പോൾ റോഡ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് റോഡ് ചെയ്ത് കൊടുത്തു. മനോഹരമായ റോഡ് ഇപ്പോൾ സുനാമി ഫ്ലാറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവരെ ചില പ്രശ്നങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് ഇപ്പോൾ പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ചെറിയ ഫണ്ട് കിട്ടും അതൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു സഞ്ചരിക്കുന്ന മത്സ്യവിപണന കേന്ദ്രം അന്തിപ്പച്ച MLA ഫണ്ടിൽ 18 ലക്ഷം രൂപ ചെലവിലാണ് നല്ല മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ചുകൊണ്ട് നല്ല മത്സ്യം നമ്മളെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അതും ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളിയും വിൽപ്പനക്കാരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ഭാഗത്തുകൂടി ആ വിൽപ്പനയും നടത്തും. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ കാലങ്ങളിൽ നടത്താൻ പറ്റിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മണ്ഡലത്തിൽ? പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കാൻ അതിൽ ഒന്ന് ആണ്ടാങ്കോവിലൊരു ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്റ്റാണ്. അത് കേസ് കൊടുത്തു. അതിപ്പോഴും ഹൈക്കോടതിയിലെ കേസിലാണ്. ചില ആളുകൾ അതിനെതിരെ കേസ് കൊടുത്തു.
അതിപ്പോഴും ഹൈക്കോർട്ടിലാണ്. കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, അത് എൻ്റെ നാട്ടിൽ കൂടിയാണ്, പഞ്ചായത്തിൽ കൂടിയാണ്, അതൊരു ബ്യൂട്ടിഫൈ ചെയ്ത് അതിമനോഹരമാക്കുക എന്നുള്ളത്. പക്ഷെ അത് കേസായതുകൊണ്ട് നടത്താൻ പറ്റിയില്ല. പിന്നെ നേരത്തെ അത് മുടങ്ങി കിടന്നൊരു പദ്ധതി അതിപ്പോൾ പൂർത്തിയായി. അത് ഒരു പദ്ധതി അത്തരത്തിൽ പൂർത്തിയായി. അല്ല, എനിക്കൊരു വളരെ സന്തോഷകരമായൊരു ഭാഗമുള്ളത്, നമ്മൾ തുടങ്ങി വെച്ച പദ്ധതികൾ അതിൽ വലിയ പ്രയാസമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അതിൽ തുടങ്ങാതെ നിന്നത് നമ്മൾ ഫണ്ട് വെച്ചിട്ട് നമ്മുടെ ഓപ്പൺ ജിംനേഷ്യമാണ്. അതിപ്പോൾ നമ്മൾ 5 ഓപ്പൺ ജിംനേഷ്യം മണ്ഡലത്തിൽ വെച്ചിരുന്നു. അത് ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു NOCയുടെ ഒരു തടസ്സം മാത്രമാണ് നമുക്കുള്ളത്. അത് NOC കിട്ടും. അത് പക്ഷേ ഈ ടേമിൽ തന്നെ തുടങ്ങണം എന്നുള്ള വലിയ ആഗ്രഹം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫണ്ട് വെച്ചു, എല്ലാ നടപടികളുമായി. പക്ഷേ ഒരു NOC പേപ്പർ ഈ ബോർഡ് ഓഫ് കോൺട്രാക്റ്റിന് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ അതും തുടങ്ങാമായിരുന്നു. പക്ഷേ ആ NOC പേപ്പർ കിട്ടിയില്ല. അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കിട്ടും, അത് തുടങ്ങാൻ പറ്റും. പക്ഷേ ബഹുഭൂരിപക്ഷം പദ്ധതികൾക്കും തുടക്കം കുറിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നത് തന്നെയാണ് വളരെ അഭിമാനകരമായ കാര്യം. തുടങ്ങിയ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് വരുന്ന 5 വർഷക്കാലം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികളെ കല്യാശ്ശേരിയിലേക്ക് നടപ്പിലാക്കാനും പറ്റുമെന്നതാണ് ഏറെ അഭിമാനകരമായ ഒരു ഭാഗം. നിരവധി റോഡുകൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. ഗ്രാമീണ റോഡുകൾ കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ PW റോഡുകളും അത് BMBC നിലവാരത്തിലേക്ക് മാറ്റിയ മണ്ഡലമാണ് കല്യാശ്ശേരി. ഇപ്പോൾ തീരദേശ ഹൈവേ വരികയാണ്. മാട്ടൂൽ മാടായി തീരദേശ ഹൈവേക്ക് സ്ഥലമേറ്റെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ മേഖലയിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം തോന്നിയത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കുടിവെള്ള മണ്ഡലമാണ് കല്യാശ്ശേരി. എല്ലാ വീട്ടിലും കുടിവെള്ള കണക്ഷൻ കൊടുത്തു. കാരണം ഒരു പഞ്ചായത്തിനും 10 പഞ്ചായത്തുണ്ട് മണ്ഡലത്തിൽ, ഒരു പഞ്ചായത്തിനും ടാങ്കർ വെള്ളം കൊടുക്കേണ്ട സ്ഥിതി ഈ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. ദുരിതമനുഭവിച്ചതും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായതും ഒന്നാണ്. അത് വെള്ളം കൊണ്ടുപോകുന്നു. പിന്നെ ഈ ലോറിക്ക് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ടാങ്കർ ലോറിക്ക് വേണ്ടി പാത്രം കൊണ്ടുവച്ചിട്ട് കാത്തിരിക്കും. 5 പാത്രം വെച്ചാൽ ചിലപ്പോൾ അദ്ദേഹം 2 പാത്രമേ തരുള്ളൂ, 3 ചോദിച്ചാൽ ചിലപ്പോൾ ചീത്ത കിട്ടും. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് തിരിച്ചു കൊണ്ടു. അങ്ങനെ എത്രയോ ജനങ്ങളുണ്ടായിരുന്നു നമ്മുടെ മണ്ഡലത്തിൽ ഓരോ മേഖലയിലും. പിന്നെ പ്രത്യേകിച്ച് തീരദേശ മേഖല ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം ഭീകരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ പറ്റിയെന്നത് തീർച്ചയായും അഭിമാനകരമായ ഭാഗമാണ്. അതിൽ ചില സമയത്തുണ്ടാകുന്ന ഫോഴ്സിൻ്റെ പ്രശ്നം അതിപ്പോൾ നമ്മൾ ഉന്നതതലത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, മന്ത്രിയുടെ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഏതായാലും അതെല്ലാം പരിഹരിച്ചു. അതിപ്പോൾ അഭിമാനകരമായി പറയാം, ഒരു പഞ്ചായത്തിനും ടാങ്കറിൽ വെള്ളം കൊണ്ടുപോകേണ്ടതില്ല. കല്യാശ്ശേരിയിൽ എല്ലാ വീട്ടിലും കുടിവെള്ളം കൊടുത്തിട്ടുണ്ട്. അതൊരു സമ്പൂർണ്ണ കുടിവെള്ള മണ്ഡലം, കേരളത്തിലെ ആദ്യ മണ്ഡലം. അത് കല്യാശ്ശേരി ആക്കി മാറ്റാൻ പറ്റിയെന്നത് ആ നേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ആ പട്ടികയിൽ ഞാൻ ഏറ്റവും മുന്നിൽ വെക്കുന്ന ഒരു നേട്ടമായിട്ടാണ്. കാരണം കുടിവെള്ളം, പ്രാണവായു എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ജീവൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അത് നൽകാൻ പറ്റും. പ്രാണന്റെ കാര്യം പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്, മരണശേഷം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ടല്ലേ. വാതക ശ്മശാനങ്ങൾ അത് എത്ര എണ്ണമാണ് നമ്മുടെ മണ്ഡലത്തിലെ MLA നടപ്പാക്കിയിട്ടുള്ളത്? അത് തീർച്ചയായും ഞാൻ വിട്ടുപോയൊരു ഭാഗം കൂടിയാണ്. അത് 2 അത്യാധുനികമായ വാതക ശ്മശാനങ്ങൾ, അതിലൊന്ന് ഏഴോത്ത് പൂർത്തിയായി. കിഫ്ബിയിൽ 1,75,00,000 രൂപയിൽ അതിമനോഹരമായ. കാരണം ശ്മശാനം എന്ന് പറയുന്ന കൺസെപ്റ്റ് സമീപകാലത്ത് ഒരുപാട് മാറി. കാരണം പൂന്തോട്ടങ്ങൾ, പിന്നെ ലൈറ്റ്, കാരണം വൈകുന്നേരങ്ങളിൽ വന്ന് വിശ്രമിക്കാം. കാരണം ശ്മശാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൂരത്തേക്ക് മാറ്റി നിർത്തേണ്ട ഒന്നൊന്നുമല്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് ശ്മശാനങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ വാതക ശ്മശാനമാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാ ചടങ്ങുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. ബ്യൂട്ടിഫൈ ചെയ്തിട്ട് അത് ഏഴോത്ത് പൂർത്തിയായി. ഇപ്പോൾ കല്യാശ്ശേരിയിൽ 1,77,00,000 കല്യാശ്ശേരി പഞ്ചായത്തിൽ ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ചു. അതും വേഗതയിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കുകയാണ്. അത്യാധുനികമായ ഒരു ഫിഷ് മാർക്കറ്റ്, അത് പഴയങ്ങാടിയിൽ അത് പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. അത് കിഫ്ബിയിൽ തന്നെ 1.5 കോടി രൂപ തുക വെച്ചുകൊണ്ടാണ് അതും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ചെറുകുന്ന്, പിലാത്തറ, അതുപോലെ തന്നെ പഴയങ്ങാടി ബ്യൂട്ടിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നതിൽ ചില പരിമിതി, ഈ സമയപരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു 5 വർഷം കല്യാശ്ശേരിയിലെ ജനങ്ങൾ തന്ന ഈ ഒരു 5 വർഷം അവർ നൽകിയ ഒരു ഉത്തരവാദിത്വം, അതിനോട് ഒരു നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസവും ഒരു അഭിമാനവും വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം കല്യാശ്ശേരിയിൽ, കാരണം അതുകൂടി എനിക്ക് പറയാതെ പോകാൻ പറ്റില്ല, കല്യാശ്ശേരിയിലെ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ ആ പിന്തുണ നൽകിയത് കൊണ്ടുകൂടിയാണ്
ഇത്രയും വേഗതയിൽ നമുക്കിതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ ഒരു പിന്തുണ നൽകുന്ന ഒരു നാട് കൂടിയാണ് കല്യാശ്ശേരി എന്നത്. അത് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അല്ലെ MLA കപ്പ് ഫുട്ബോൾ. അതെ തീർച്ചയായും എല്ലാ ആളുകളെയും പങ്കെടുപ്പിക്കും. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു MLA കപ്പ് എന്ന ആശയം വരുന്നത് കല്യാശ്ശേരിയിൽ നിന്നാണ്. അന്നിപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും MLA കപ്പ് നടക്കുന്നുണ്ട്. അത് തീർച്ചയായും MLA കപ്പ് ഫുട്ബോള് പഴയങ്ങാടി എന്നത് നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ്. കാരണം നമുക്ക് മറ്റു മണ്ഡലങ്ങൾ ഇപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പൊക്കെ എടുത്ത വലിയ ടൗണുകളുണ്ട്. നമുക്ക് അത്രയും വലിയ ടൗൺ ഇല്ലാത്ത മണ്ഡലമാണ്, കുഞ്ഞു കുഞ്ഞു ടൗണുകളാണ്. കാരണം ആ കുഞ്ഞു ടൗണിൻ്റെ സൗന്ദര്യം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കല്യാശ്ശേരി മുന്നോട്ട് പോകും. അതിൽ പഴയങ്ങാടിയാണ് നമ്മുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അത്രയും ചെറുകുന്ന് ടൗണും പഴയങ്ങാടിയാണ് പ്രധാനപ്പെട്ട ടൗണുകൾ. അപ്പോൾ അതിൽ പഴയങ്ങാടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ ആരവം, അത് MLA കപ്പ് ഒരു വലിയ ആവേശമായിട്ട് അത് മാറി എന്നതും അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ കല്യാശ്ശേരിയിലെ ജനങ്ങൾ അത് കേരളത്തിന് മാതൃകയാണ്, ഇന്ത്യക്ക് മാതൃകയാണ്. തീർച്ചയായും അത് അതിലേക്ക് എത്തി. അപ്പോൾ കല്യാശ്ശേരി സഖാവ് നായനാറിൻ്റെ മണ്ണാണ്, KPRൻ്റെ. കാരണം സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത KPR ഗോപാലേട്ടനും രേരപ്പേട്ടനും അങ്ങനെ നിരവധി പ്രതിഭകളുടെ പേരുകൾ പറയാനുണ്ട്. അങ്ങനെ കർഷക സമരങ്ങൾ നടന്ന, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്ന ഒരു മണ്ണിൻ്റെ പേര് കൂടിയാണ് കല്യാശ്ശേരി. ആ കല്യാശ്ശേരിയെ തീർച്ചയായും ആ വികസന കുതിപ്പിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് എത്തിക്കാൻ പറ്റി എന്നത് തീർച്ചയായും അഭിമാനകരമാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേയുള്ള പിന്തുണ കല്യാശ്ശേരിയിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ജനങ്ങളോടുള്ള നന്ദി കൂടിയായി ഞാൻ തീർച്ചയായും ഞാൻ നെറ്റ്വർക്കിനെ കൂടി അതിൽ ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ നികേഷേട്ടൻ ഇവിടെയുണ്ട്, നെറ്റ്വർക്കിനെ കൂടി ഞാൻ ചേർത്ത് വെക്കുകയാണ്. കാരണം ഈ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, അത് ഏറ്റവും ചെറിയ പ്രവർത്തനങ്ങളെ പോലും അത് ഒപ്പിയെടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഒരു മാധ്യമം എന്ന രീതിയിൽ നെറ്റ്വർക്കാണ്. ഞാൻ നികേഷേട്ടനോടായാലും പ്രണവിനോടായാലും ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നെറ്റ്വർക്കിൻ്റെ ഒരു അഭിമുഖത്തിൽ വന്ന് പറയുന്നത് മാത്രമല്ല, പക്ഷേ നെറ്റ്വർക്ക് ഞാനിപ്പോൾ പല വീട്ടിലും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മമാരൊക്കെ മോനെ TV കണ്ടിരി എന്ന് പറയാറുണ്ട്, മോനെ TV കാണലുണ്ട് എന്ന് പറയും. അത് ഉറപ്പാണ്, നെറ്റ്വർക്കിൻ്റെ വാർത്തയാണ്, നെറ്റ്വർക്കാണ് അവർ കണ്ട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി, ഞാനായിക്കോട്ടെ ഈ പ്രദേശത്ത് ഏത് MLA മാരായിക്കോട്ടെ, ആ MLA മാരുടെ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം കല്യാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അതിൽ മുഖ്യ ഒരു സ്ഥാനം അത് നെറ്റ്വർക്കിനുണ്ട് എന്നതും ഏറെ സന്തോഷകരമാണ്. ഏതായാലും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. അല്ല തീർച്ചയായും, കാരണം അതുകൊണ്ട് നെറ്റ്വർക്ക് ഒരു അഭിമുഖം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ വന്നത് അതുകൂടി കൊണ്ടാണ്. കാരണം 5 വർഷം നമുക്ക് തന്ന പിന്തുണയുണ്ട്. ആ പിന്തുണ എന്നത് വളരെ വലുതാണ്. ഒരു ജനപ്രതിനിധിക്ക് ഒരു മാധ്യമ സ്ഥാപനം നൽകുന്ന സപ്പോർട്ട്, ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കാൻ, വിവരങ്ങൾ എത്തിക്കാൻ, ചിലപ്പോൾ ചിലതൊക്കെ നമ്മുടെ ഒരു കണ്ണ് തുറപ്പിക്കാനും, കാരണം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഭാഗങ്ങളുണ്ടാവും. ആ ഭാഗങ്ങളിലേക്ക് നെറ്റ്വർക്കും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എത്തുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു ജാഗ്രത ഉണ്ടാക്കുക. ആ ജാഗ്രതപ്പെടുത്തൽ കൂടിയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ അത് നിർവഹിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ള. വളരെയധികം സന്തോഷം. കാരണം എന്ന് വെച്ചാൽ CO എന്നൊരു പ്രസ്ഥാനത്തിന് കീഴിലാണ്. അതെ സിഒന്റെ കീഴിൽ നെറ്റ്വർക്ക് ചാനൽ, ഇപ്പോൾ കണ്ണൂർ വിഷൻ എല്ലാം അതിന്റെ കീഴിൽ വരുന്നത്. നമ്മുടെ MD ശ്രീ മനോജ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിർലോഭമായിട്ടുള്ള പ്രോത്സാഹനമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഞ്ജലി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയിരിക്കുകയാണ്. അപ്പോൾ കല്യാശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാലും നമുക്ക് ഇന്ന് തീരുമെന്ന് തോന്നുന്നില്ല അഞ്ജലി. അതെ, വീണ്ടും ഒരു പിണറായി സർക്കാർ, അതായത് പിണറായി സർക്കാർ 3.0 വരുമോ എന്ന ചോദ്യമാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. MLAക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായും അത് കേരളം രാഷ്ട്രീയ ഭേദമന്യേ ആഗ്രഹിക്കുന്ന ഒന്നുകൂടിയാണ്. കാരണം LDFന്റെ മുദ്രാവാക്യം LDF അല്ലാതെ മറ്റാര് എന്നത് അത് പരസ്യവാചകം മാത്രമല്ല, അത് ജനങ്ങളുടെ മനസ്സാണ്. കാരണം ഈ നാട് നവകേരളം യാഥാർത്ഥ്യമാക്കാൻ പിണറായി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിലാണ് കല്യാശ്ശേരിയിലും ആ മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ വീണ്ടും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരും. 3.0 എന്നത് കേവലം പരസ്യവാചകമല്ല, അത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.